തെക്ക് കിഴക്കൻ ആഫ്രിക്കയിലെ മൊസാംബിക് ടാൻസാനിയക്കും ദക്ഷിണാഫ്രിക്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ രാജ്യമാണ്. കിഴക്ക് ഭാഗത്ത് ഇന്ത്യ മഹാസമുദ്രമാണ്. 3 കോടി ജനങ്ങൾ മൊസാംബിക്കിൽ താമസിക്കുന്നു. 46 ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ഈ രാജ്യത്തിലുണ്ടെങ്കിലും കൂടുതൽ ആളുകളും പോർച്ചുഗീസ് ഭാഷയാണ് സംസാരിക്കുന്നത്. പണ്ട് പോർച്ചുഗീസുകാർ ഭരിച്ചിരുന്ന ഈ രാജ്യം വേണ്ടത്ര പുരോഗമിക്കാത്തതിനാൽ നാട്ടുകാർക്ക് വമ്പിച്ച അതൃപ്തിയുണ്ട്. അടുത്ത കാലത്തായി പോർച്ചുഗീസ് ബിസിനസ്സുകാർ വീണ്ടും മൊസാംബിക്കിലെത്തുകയും രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ തുടങ്ങിയിട്ടുമുണ്ട്. 1200ഓളം ഗവൺമെൻറ് നിയന്ത്രിത സ്ഥാപനങ്ങൾ ഇപ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റിയ ഒരു രാജ്യമാണ് മൊസാംബിക്. വന്യജീവി സമ്പത്തും ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടങ്ങളും ബീച്ചുകളും ഇക്കോ ടൂറിസം സാധ്യതകളും ഈ രാജ്യത്തെ ഒരു ടൂറിസ്റ്റ് ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റുവാൻ പോകുന്ന ഘടകങ്ങളാണ്. എങ്കിലും ഇപ്പോൾ വേണ്ടത്ര ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെയില്ല. റോഡുകൾ കൂടുതലും ടാറിടാത്തതാണ്. 60% ക്രിസ്ത്യാനികളും 20% മുസ്ലിങ്ങളുമാണ് ഈ രാജ്യത്തിൽ താമസിക്കുന്നത്. വിദ്യാഭ്യാസപരമായി പിന്നോക്കമാണ് ഈ രാജ്യം. 10 ലക്ഷത്തോളം കുട്ടികൾ സ്കൂളിൽ പോകുന്നേയില്ല, പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിൽ. അധ്യാപകരാണെങ്കിൽ കൂടുതലും യോഗ്യതയില്ലാത്തവരാണ്. 7ാം ക്ലാസ് വരെ മാത്രമേ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുകയുള്ളൂ. അത് കഴിഞ്ഞാൽ എൻട്രൻസ് പരീക്ഷ പാസ്സായാൽ മാത്രമേ ഹൈസ്കൂളിൽ പ്രവേശനം ലഭിക്കുകയുള്ളൂ. സർവകലാശാലകളിലാണെങ്കിൽ പഠിക്കുവാനുള്ള അവസരങ്ങൾ കുറവാണ്. പല വിദ്യാർത്ഥികളും 7ാം ക്ലാസ്സിന് ശേഷം എഞ്ചിനീയറിംഗ് വിഷയങ്ങൾ പഠിക്കാൻ നിർബന്ധിതരാകുന്നു. ചിലർ മതപുരോഹിതന്മാരാകുവാനുള്ള പാഠശാലകളിൽ ചേർന്ന് പഠിക്കുന്നു. 56% മാത്രമേ ഈ രാജ്യത്ത് സാക്ഷരതയുള്ളൂ. മൊസാംബിക്കിന്റെ തലസ്ഥാനം മാപ്പുട്ടോ സിറ്റിയാണ്. രാജ്യത്തിന്റെ തെക്ക് ഭാഗത്ത് സൗത്ത് ആഫ്രിക്കൻ അതിർത്തിയിലാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. വലിയ റോഡുകളും ധാരാളം മരങ്ങളുമുള്ള മനോഹരമായ നഗരമാണ് മാപ്പുട്ടോ സിറ്റി. ഒരു ദരിദ്ര രാഷ്ട്രമാണെന്ന് മാപ്പുട്ടോ നഗരം കണ്ടാൽ തോന്നുകയില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഇവിടെയുള്ള അറേഞ്ച്മെന്റുകൾ. ഇവിടെയുള്ള പോർച്ചുഗീസ് കോട്ടയും ബൊട്ടാണിക്കൽ ഗാർഡനും കത്തീഡ്രലും കറൻസി മ്യൂസിയവും ജിയോളജി മ്യൂസിയവും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. മാപ്പുട്ടോ നഗരത്തിലെ മിമ്മോസ് റെസ്റ്റോറൻറ്റ് ഇറ്റാലിയൻ ഭക്ഷണമാണ് കൊടുക്കുന്നത്. ചൊവ്വാഴ്ചകളിൽ പകുതി വിലക്ക് പിസ്സയും കൊടുക്കാറുണ്ട്. അതുകൊണ്ട് നീണ്ട ക്യൂ ചൊവ്വാഴ്ചകളിൽ പ്രത്യക്ഷപ്പെടുന്നു. അതുപോലെ പിരി പിരി റെസ്റ്റോറൻറ്റ് മികച്ച ഗ്രിൽഡ് ചിക്കൻ നൽകുന്നു. ചെമ്മീൻ ഫ്രൈയും ഇവിടെ ലഭിക്കും. അതുപോലെ മെർക്കാഡോ ഡോ പെക്സി റെസ്റ്റോറൻറ്റ് ഫിഷ് മാർക്കറ്റിന്റെ ഉള്ളിലാണ്. ഇഷ്ടപ്പെട്ട മത്സ്യം തിരഞ്ഞെടുത്ത് കസേരയിൽ പോയി ഇരുന്നാൽ മിനിറ്റുകൾക്കകം അത് പൊരിച്ച് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരും. ഞായറാഴ്ചകളിൽ ഇവിടെ വലിയ തിരക്കാണ്. അതുപോലെ മുണ്ടോസ് റെസ്റ്റോറൻറ്റ് ഒരു മൾട്ടി റേഷ്യൽ മീറ്റിംഗ് പ്ലേസായി മാറിയിരിക്കുന്നു. നല്ല പിസ്സയും ഇവിടെ ലഭിക്കും. അതുപോലെ മാപ്പുട്ടോ വാട്ടർ ഫ്രണ്ട് റെസ്റ്റോറൻറ്റ് മികച്ച സീ ഫുഡ് നൽകുന്നു. വാട്ടർ ഫ്രണ്ട് സീറ്റിംഗ് ഇവിടുത്തെ പ്രത്യേകതയാണ്. അതുപോലെ ക്രിസ്റ്റൽ റെസ്റ്റോറൻറ്റ് പോർച്ചുഗീസുകാർക്കിടയിൽ വലിയ പേരും പെരുമയും നേടിയിട്ടുണ്ട്. പൂർണ്ണമായും പോർച്ചുഗീസ് വിഭവങ്ങളാണ് ഇവിടെ ലഭിക്കുന്നത്. അതുപോലെ ഫാത്തിമാസ് ഹോസ്റ്റൽ മികച്ച പാർട്ടി അന്തരീക്ഷമുള്ള ഒരു ബാക്ക് പാക്കർ ഹോസ്റ്റലാണ്. സൗജന്യമായി ഇന്റർനെറ്റ് നൽകുന്ന ഒരു കമ്പ്യൂട്ടർ ടാബിൾ ഇവിടെയുണ്ട്. ബീച്ചിലേക്ക് സൗജന്യ ബസ് സർവീസും ഈ ഹോസ്റ്റൽ നൽകുന്നുണ്ട്.